പ്രമാദമായ ചില കോടതി കേസുകൾ അന്തവും കുന്തവും ഇല്ലാതെ തുടരെ തുടരെ നീട്ടി വയ്ക്കുന്നതിന്റെ പിന്നിലെ കാരണം എന്തായിരിക്കും? അതിന് പിന്നിൽ എന്തോ രഹസ്യങ്ങളുണ്ട്. അത് എന്തായിരിക്കും? സാധാ കേസൊന്നുമല്ല, നമ്മൾ ഈ പറയുന്ന ചീള കേസൊന്നുമല്ല കേട്ടോ. വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസുകൾ. ചിലപ്പോൾ അതിന്മേലൊരു വിധി വന്നാല് ചില സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ അധികാര സ്ഥാനങ്ങളിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അത്തരത്തിലുള്ള കേസുകളാണ് നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ എപ്പോഴാ കേസ് കോടതിയുടെ മുമ്പിൽ വന്നാലും അപ്പോഴ് അത് നീട്ടിവെക്കാം. 1 മാസത്തേക്കോ 2 മാസത്തേക്കോ നീട്ടിവെക്കുന്ന ഒരു സാഹചര്യം അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇപ്പോഴും മനസ്സിലാകാത്ത കാര്യമാണ്. ഈ കേസുകളിലൊക്കെ ഉൾപ്പെടുന്ന ആളുകളുടെ കുടുംബത്തിന്റെ മഹാഭാഗ്യം അല്ലെങ്കിൽ ദൈവാനുഗ്രഹം അതായിരിക്കുമോ കാര്യം? ചില കുടുംബങ്ങൾ അങ്ങനെ കേട്ടോ, അവരെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു വിട്ടിരിക്കുക. അവരേത് രംഗത്ത് ഇടപെട്ടാലും വെച്ചടി കയറ്റമായിരിക്കും, വിജയമായിരിക്കും. അത്തരത്തിലുള്ള ഒരു കുടുംബത്തിൽ പെട്ടവരായതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇനി അതോ ഇവരൊക്കെ അലങ്കരിക്കുന്ന പദവികളുടെ സ്ഥാനമാനങ്ങളുടെ പ്രാമുഖ്യം, പ്രസക്തി അതുകൊണ്ടൊക്കെയാണോ? അത് മൂന്നാമത്, ഇത്തരം കേസുകളിൽപ്പെട്ടവർക്ക് കൈകാര്യം ചെയ്യേണ്ടവരെ വളരെ കൃത്യമായിട്ട് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുന്നതിനുള്ള കഴിവ് അല്ലെങ്കിൽ രാഷ്ട്രീയ മെയ്വഴക്കം അല്ലെങ്കിൽ മികവ് അതാണോ ഇതിന്റെ കാരണം? ഇങ്ങനെ വീണ്ടും നീണ്ടുപോകാൻ അല്ലെങ്കിൽ മാറ്റിവെക്കപ്പെടുവാൻ ഭാഗ്യം ശ്രദ്ധിച്ച 2 കേസുകളുടെ ഒരു ചരിത്രം, കഥ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ആ കേസുകളുടെ കാര്യത്തിൽ നമ്മൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളും കാരണമായിട്ടുണ്ടെന്നാണ്. മഹാഭാഗ്യമുള്ള ഒരു കുടുംബം, അതുപോലെ തന്നെ അവരൊക്കെ അലങ്കരിക്കുന്ന പദവികൾ, സമൂഹത്തിലെ സ്ഥാനം, മൂന്നാമത് വേണ്ടപ്പെട്ടവരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനുള്ള മികവ്. ഇന്നലെയും ഒരു കേസിൽ ഈ നീട്ടിവെക്കല് സംഭവിച്ചു. അത് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മകൾ ടി വീണ എന്ന തൈക്കണ്ടി വീണ പ്രതിയായുള്ള CMRLൊക്കെ കക്ഷികളായിട്ടുള്ള മാസപ്പടി കേസില് ഡൽഹി ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്ന ഒരു കേസാണ്. വീണയുടെ കമ്പനിയായ എക്സാലോജിക്ക് കൊച്ചിയിലെ ഈ കരിമണൽ കമ്പനിയായ CMRL നിന്ന് ചെയ്തു കൊടുക്കാത്ത സേവനങ്ങൾക്ക് 2.7 കോടി രൂപ കൈപ്പറ്റി. അതാണ് കേസ്, അതാണ് മൂല കേസ്, പ്രധാനപ്പെട്ട കേസ്. ഈ ചെയ്തു കൊടുക്കാത്ത സേവനം എന്ന് പറഞ്ഞാൽ എന്തുവാ? അഴിമതിയാ, ഒന്നാം തരം കൈക്കൂലിയാ. ഒരു കരാറും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ഇന്നത് ചെയ്യാം, അത് ചെയ്യാം, ഇത് ചെയ്യാം. പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല. അത് ചെയ്യാനുള്ള ശേഷി ഈ കമ്പനിക്ക് ഇല്ല, എക്സാലോജിക്കിനില്ല. പക്ഷെ കാശ് വന്നിട്ടുണ്ട് 2.7 കോടി രൂപ. അതാണ് യഥാർത്ഥത്തിലുള്ള മാസപ്പടി കേസ്. അപ്പൊ ഈ കേസ് SFI അന്വേഷിച്ചു. SFI എന്ന് പറഞ്ഞാൽ ചെറിയ ഏജൻസി ഒന്നുമല്ല, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്നാ അതിന് പറയുന്നത്. വളരെ പ്രമാദമായ തട്ടിപ്പ് കേസുകൾ അന്വേഷിക്കാൻ വേണ്ടി നമ്മുടെ വാണിജ്യ മന്ത്രാലയത്തിന്റെ കീഴിൽ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഏജൻസിയാണ്. അവർ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ ശരിയാണെന്ന് തെളിഞ്ഞു. ആദ്യം ഈ കേസിൽ പറഞ്ഞിരുന്നത് ഈ വീണയുടെ കമ്പനി 1.72 കോടി രൂപ വാങ്ങിച്ചെന്ന, മാസപ്പടിയായിട്ട് വാങ്ങിച്ചെന്ന. SFI അന്വേഷിച്ചപ്പോൾ സ്ഥിതി എന്തുവാ? 1.72 കോടി അല്ലെന്നേ, 2.7 കോടി രൂപയാണ് ഒരു സേവനവും ചെയ്തു കൊടുക്കാതെ നമ്മുടെ തൈക്കണ്ടി വീണ മുഖ്യമന്ത്രിയുടെ മകള് ഈ കരിമണൽ കർത്ത എന്ന് പറയുന്ന ആളിന്റെ CMRL എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് കൈപ്പറ്റിയിരിക്കുന്നത്. അപ്പൊ ഇത് കേസ് കുറ്റപത്രമായി അതിന്റെ നടപടികളിലേക്ക് നീങ്ങിയപ്പോ അതിന്റെ വിശദാംശങ്ങൾ പറയാം. അങ്ങോട്ട് നീങ്ങിയപ്പോഴ് അല്ലെങ്കിൽ ആ ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴ് CMRL ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു. അതായത് ഈ കേസ് അന്വേഷിക്കാൻ SFIക്ക് യാതൊരു അധികാരമില്ലെന്നും അതുകൊണ്ട് SFI സമർപ്പിച്ച കുറ്റപത്രത്തിന്മേലുള്ള അനന്തര നടപടികൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെടണമെന്നും ഉത്തരവിടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് CMRL ഒരു കേസ് കൊടുത്തു. ആ കേസിന്മേലാണ് ഇപ്പോൾ മഹത്തായ 15ാമത്തെ തവണ ഹൈക്കോടതി കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കി, ഇതൊക്കെ എങ്ങനെ സംഭവിക്കുക? എന്തെങ്കിലും കാരണങ്ങളില്ലാതെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ? ആ കേസ് ഡൽഹി ഹൈക്കോടതിയിൽ വന്നിട്ട് 6-7 മാസമായിട്ടേ ഉള്ളൂ, ചുരുങ്ങിയ കാലം. അതിനകമാണ് 15 തവണ ഈ കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. ഈ ആദ്യം പറഞ്ഞ ഈ 1.72 കോടി രൂപ SFIയുടെ അന്വേഷണത്തില് എങ്ങനെയാണ് 2.7 കോടി രൂപയാണെന്ന് അറിയാമോ? അത് വളരെ രസകരമായ ഒരു കാര്യമാകട്ടോ. അതായത് ഈ CMRLന് എംപവർ ഇന്ത്യ ക്യാപിറ്റൽസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു സഹോദര സ്ഥാപനമുണ്ട്. അവിടെ നിന്ന് നമ്മുടെ വീണയുടെ കമ്പനി എക്സാലോജിക്ക് കുറച്ച് കാശിങ്ങോട്ട് കടം വാങ്ങിച്ചു. പക്ഷേ
അത് തിരിച്ചു കൊടുത്തില്ല. തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പ് എക്സാലോജിക്ക് പൂട്ടുകയും ചെയ്തു. അപ്പോൾ ആ പണം ഗോവിന്ദയായി. അങ്ങനെ ആ വാങ്ങിച്ച പണവും നേരത്തെയുള്ള 1.72 കോടിയും കൂടെ ചേർന്നാണ് എക്സാലോജിക്കിന്റെ കണക്കിൽ ചെയ്യാത്ത സേവനത്തിലുള്ള പ്രതിഫലമായിട്ട് 2.7 കോടി രൂപ വന്നത്. SFIയുടെ അന്വേഷണമൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അവർ വാണിജ്യ മന്ത്രാലയത്തെ കാര്യം അറിയിച്ചു. അവർ പറഞ്ഞു പ്രോസിക്യൂഷൻ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ കുറ്റപത്രത്തിന്റെ 1ാം ഭാഗം എറണാകുളത്ത് കോടതിയിൽ സമർപ്പിച്ചു. ഈ 2ാം ഭാഗത്തിലാണ് ഈ എംപവർ ഇന്ത്യ ക്യാപിറ്റൽസ് ലിമിറ്റഡിൽ നിന്ന് കടമെന്ന പേരിൽ വാങ്ങിച്ച, അതൊക്കെ അഴിമതിയാണെന്നേ, കൈക്കൂലിക്കാശ, കടമെന്നൊക്കെ പറച്ചിലേ ഉള്ളൂ. അതൊക്കെ CMRL കിട്ടിയ മറ്റെന്തോ സേവനങ്ങൾക്ക്, കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ കരിമണൽ കമ്പനിക്ക് കിട്ടിയ മറ്റെന്തോ വളരെ വിശേഷപ്പെട്ട സേവനത്തിന്, കോടാനുകോടികളുടെ പ്രയോജനം കിട്ടിയ സേവനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു തുക, അതൊക്കെ അഴിമതിപ്പണമാണെന്നേ. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ, അതായത് എംപവർ ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ച കടം സംബന്ധിച്ച കേസിന്റെ വിശദാംശങ്ങൾ 2ാമത്തെ കുറ്റപത്രത്തിലാണുള്ളത്. അപ്പൊ ഈ ആദ്യത്തെ കുറ്റപത്രം അനുസരിച്ചുള്ള തുടർ നടപടികൾ ഉണ്ടാകരുത്, അതാണ് ഹൈക്കോടതിയിൽ CMRL ഉന്നയിച്ച ആവശ്യം. അതിന്മേലാണ് ഇപ്പൊ ഈ 15ാം തവണ മാറ്റിവെക്കൽ സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ കോടതിയിലെ ഇത് സംബന്ധിച്ച് CMRLന്റെ വക്കീലും SFIയുടെ വക്കീലും തമ്മിൽ തർക്കങ്ങളൊക്കെ ഉണ്ടായി. ചില്ലറ ഈശാപോശ ഉണ്ടായി എന്നാണ് പത്രങ്ങളിലൊക്കെ നമ്മൾ വായിച്ച റിപ്പോർട്ട്. അതായത് SFIO പറയുന്നത് CMRLാണ് ഈ കേസ് ഇങ്ങനെ നീട്ടിവെച്ച് കൊണ്ടുപോകുന്നതിന്റെ ഉത്തരവാദിയാണെന്നാണ്. പക്ഷെ CMRL പറഞ്ഞു ഞങ്ങളല്ല, ഞങ്ങൾ ഈ കേസ് ഈ കോടതിയിൽ വന്നതിന് ശേഷം ഒരു തവണ പോലും ഈ കേസ് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അത് സംഗതി ശരിയായിരിക്കും, കാരണം ഇത് റെക്കോർഡിലുള്ള കാര്യമല്ലേ. കോടതി രേഖകളിലുണ്ടല്ലോ ആരാണ് കേസ് നീട്ടിവെക്കണം മാറ്റിവെക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടതെന്നുള്ളത്. അപ്പൊ CMRLന്റെ വക്കീല് പറയുന്നത് ശരിയാവാനാണ് സാധ്യത. അപ്പൊ ആരായിരിക്കും ഈ കേസ് നീട്ടിവെക്കണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോടതിയിൽ അങ്ങനെ ആവശ്യപ്പെടുന്നത്? CMRL പറയുന്നത് ശരിയാണെങ്കിൽ അത് നമ്മുടെ SFIO തന്നെയായിരിക്കും. അവരെന്തുകൊണ്ടാണ് അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു കേസിന്റെ തുടർ നടപടികൾ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഈ കേസ് ഇങ്ങനെ മാറ്റിവെക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്? ഇതൊക്കെ അങ്ങോട്ട് ആലോചിച്ചിട്ടേ എന്താ കാരണം എന്നുള്ളത് അങ്ങോട്ട് പിടുത്തം കിട്ടുന്നില്ല. പക്ഷെ എന്തോ കാരണമുണ്ട്, അല്ലാതെ ഇങ്ങനെ സംഭവിക്കത്തില്ല. പറഞ്ഞില്ലേ, ഈ ചെറിയ കാര്യത്തിനിടയ്ക്ക് 15 തവണ ഒരു കേസ് മാറ്റുക എന്നൊക്കെ പറഞ്ഞാല് കേസുകൾ മാറ്റി വയ്ക്കും, പല അവധികൾക്ക് വഹിക്കും. ചിലപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഒരു കേസിന്മേൽ ഒരു തീരുമാനം ഉണ്ടാകുക. പക്ഷെ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കേസല്ലേ. ഇപ്പോ ഇത് മുഖ്യമന്ത്രിയുടെ മകളാണ് ഇതിനകത്തെ കൂട്ടുപ്രതിയാ എന്ന് പറഞ്ഞാലും അവരിതിനകത്ത് എന്തെങ്കിലും തെറ്റോ കുറ്റമോ ചെയ്തിട്ടുണ്ടെന്ന് കോടതി കണ്ടെത്തിയാണ്ടല്ലോ, നമ്മുടെ വിജയൻ സഹാബിന്റെ കാര്യം ബുദ്ധിമുട്ടിലാകും. മകളല്ലേ. അപ്പം വരുന്ന ചോദ്യം എന്തുവാ, ഈ മകൾക്ക് ചെയ്യാത്ത സേവനത്തിന് CMRL എന്തിനാ പൈസ കൊടുത്തത്? അപ്പൊ സർക്കാരിന്റെ എന്തെങ്കിലും സഹായം അല്ലെങ്കിൽ സർക്കാരിന്റെ നിലപാടിന്റെ ഗുണഭോക്താവായിട്ട് CMRL മാറിയത് കൊണ്ടല്ലേ എന്നൊക്കെ സ്വാഭാവികമായിട്ടും ന്യായമായിട്ടും ചോദ്യങ്ങൾ ഉണ്ടാവും. പിന്നെ മുഖ്യമന്ത്രിയുടെ മകള് ഇത്തരം കേസിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കിട്ടിയാല് അത് മുഖ്യമന്ത്രിക്ക് തന്നെ ക്ഷീണമാണ്. അങ്ങനെയൊക്കെ പ്രാധാന്യമുള്ള ഒരു കേസിലാണ് ഇങ്ങനെ വീണ്ടും നീട്ടിവെച്ചിരിക്കുന്നത്. ഈ മാസപ്പടി കേസിനേക്കാളും പ്രമാദമാ SNC ലാവ്ലിൻ കേസ്. അതിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായിക്കെതിരെയാണ് ഈ കേസ് നടക്കുന്നത്. അതിപ്പോ 40ാമത്തെ തവണയാണ് മാറ്റിവെച്ചിരിക്കുന്നത് സുപ്രീം കോടതിയിൽ. അതിന്റെ ഈ കേസ് നടത്തുന്ന അല്ലെങ്കിൽ വാദിസ്ഥാനത്തുള്ളത് നമ്മുടെ CBI CBI എന്ന് പറഞ്ഞാൽ എന്തുവാ? അത് നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലല്ലേ. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ആരാ? അമിത്ഷായെ പോലൊരു ഉരുകു മനുഷ്യനല്ലയോ. അതിനല്ലയോ BJPക്കാരൊക്കെ അദ്ദേഹത്തെ വാഴ്ത്തി പുകഴ്ത്തി പാടുന്നത്. പാട്ടൊന്നും തിരുവാതിരപ്പാട്ടൊന്നും ഇറക്കിയിട്ടില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ അംഗങ്ങൾ അങ്ങനെ ഒരു പാട്ട് എഴുതി അതിന് ഈണം കൊടുത്ത് അദ്ദേഹത്തെ കൂടെ വിളിച്ചിരുത്തി പരസ്യമായിട്ട് പാടിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷെ അവര് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന ആധുനിക ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ എന്നാണ് അമിത്ഷായെ കുറിച്ച് BJPക്കാർ പറയുന്നത്. ആ മന്ത്രിയുടെ കീഴിലുള്ള CBI 40 തവണയാണ് ഈ SNC ലാവ്ലിൻ കേസ്, അതായത് പിണറായിക്കെതിരായിട്ടുള്ള കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. SNC ലാവ്ലിൻ കേസ് എന്ന് പറഞ്ഞാല് നമുക്കറിയാമല്ലോ, പന്നിയാർ, പള്ളിവാസൽ, ചെങ്കുളം എന്നീ ജലവൈദ്യുത പദ്ധതികളില് അവിടുത്തെ അറ്റകുറ്റപ്പണികള് കാനഡയിലെ ലാവ്ലിൻ എന്ന് പറയുന്ന SNC ലാവ്ലിൻ എന്ന് പറയുന്ന കമ്പനിയാ ഏൽപ്പിച്ചത്.
അതിന് ശകലിച്ചൊക്കെ അഴിമതി നടന്നു. സംസ്ഥാന സർക്കാർ ഒരു 375 കോടി രൂപയുടെ നഷ്ടം അതുവഴി ഉണ്ടായി. അതായിരുന്നു ഈ കേസ്. പക്ഷെ കേസ് ഇങ്ങോട്ട് കോടതിയിലേക്ക് വന്നപ്പോഴേ ഈ പിണറായി വിജയനും സെറ്റും അല്ലെ അദ്ദേഹത്തെ സഹായിക്കാനൊക്കെ നിന്ന വക്കീലന്മാരും എല്ലാം കൂടെ ചേർന്ന് ഈ കുറ്റപത്രം അങ്ങ് വിഭജിച്ചു. എന്നിട്ട് പിണറായി വിജയനെയും രണ്ടുപേരെയും വിചാരണ കൂടാതെ കുറ്റവിമുക്തരായിട്ട് അങ്ങ് വിട്ടു. മറ്റവർക്കെതിരെ കേസ് തുടരുകയും ചെയ്തു. അതിനെതിരായിട്ട് വന്നിരിക്കുന്ന കേസാണ്. അതായത് പിണറായി വിജയനെ കൂടെ പ്രതിസ്ഥാനത്ത് നിർത്തി ആ കേസിന്മേൽ വിചാരണ പുനരാരംഭിക്കണം അല്ലെങ്കിൽ നടത്തണം എന്ന് ആവശ്യപ്പെടുന്ന കേസാണ്. മനസ്സിലായില്ലേ? അതാണ് ഇങ്ങനെ നീട്ടിവെച്ചുകൊണ്ടിരിക്കുന്നത്. 40 തവണ നീട്ടിവെച്ചു എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട കേസാ, പ്രമാദമായ കേസാ. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത്, അതായത് 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ ഇതിന്മേൽ വിധി വരും എന്ന് പലരും പ്രതീക്ഷിച്ചതാ. അതനുസരിച്ചുള്ള രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ പലരും പ്രവചിച്ചതാ. ഇപ്പൊ ഇതിന്മേല് ഈ കേസിന്മേല് സുപ്രീം കോടതി പുനർവിചാരണ അല്ലെങ്കിൽ തുടർ വിചാരണ അല്ലെങ്കിൽ പിണറായി വിജയനെ കൂടെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് വിചാരണ നടക്കട്ടെ എന്നെങ്ങാനും പറഞ്ഞാൽ അദ്ദേഹം രാജിവെക്കേണ്ടി വരും. അതതിന്റെ ഒരു രീതി. അദ്ദേഹത്തിന് തുടരാൻ പറ്റാതെ വരും. അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കേസിലാണ് ഇപ്പൊ ഈ പിണറായി വിജയന്റെ 2ാം സർക്കാർ ഏതാണ്ട് കാലാവധി പൂർത്തിയാക്കാറായപ്പോഴും അതിങ്ങനെ സജീവമായിട്ട് അല്ലെങ്കിൽ നീട്ടിവെക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നത്. പറഞ്ഞാൽ ഇതിന്റെ ഒന്നും കാരണം എന്താണെന്ന് അങ്ങോട്ട് പിടുത്തം കിട്ടുന്നില്ല. പക്ഷെ എന്തോ കാരണമുണ്ട്, അല്ലാതെ ഇങ്ങനൊന്നും സംഭവിക്കത്തില്ല. നമുക്കറിയാമല്ലോ CPM എന്തുവാ പറയുന്നത്. ഇന്ത്യയില് സംഘപരിവാരത്തിനെതിരെ, RSSനെതിരെ, BJPക്കെതിരെ ഏറ്റവും ശക്തമായ പോരാട്ടം നയിക്കുന്നത് ഞങ്ങളാണെന്നാണ്, CPM ആണെന്നാണ്. അതിന് മുമ്പേയുള്ള കാര്യങ്ങൾ പറഞ്ഞാല് ഗുരുജി ഗോൾവാൾക്കർ എന്താ എഴുതിയിരിക്കുന്നത്? ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് 3 ശത്രുക്കളാണ് ഉള്ളത്. ഒന്ന് മുസ്ലിങ്ങൾ, ഒന്ന് ക്രിസ്ത്യാനികള്, മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകാര്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ഒരു മുഖ്യമന്ത്രി പ്രതിസ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള ഒരു കേസ് എന്തിനാണ് BJP ഇങ്ങനെ നീട്ടിക്കൊണ്ടല്ലേ BJP സർക്കാർ, BJPയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള CBI ഇങ്ങനെ നീട്ടി വെച്ചുകൊണ്ടേയിരിക്കുന്നത്? പലപ്പോഴും പല നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞാണ് നീട്ടുന്നത്. ചിലപ്പോൾ വക്കീലിന്റെ അസുഖമെന്നോ അന്നെങ്കിലും പറയാം. മറ്റൊരിക്കൽ എന്തുവാ, CBIക്ക് വേണ്ടി ഹാജരാകേണ്ട വക്കീല് മറ്റൊരു കേസിൽ കുടുങ്ങിപ്പോയി, അവിടെ അദ്ദേഹത്തിന് ചില തടസ്സം നേരിട്ടു. അതുകൊണ്ട് വേറൊരു സന്ദർഭത്തില് ഈ കേസ് കേട്ടിരുന്ന ബെഞ്ചിന്റെ ഒരു ജഡ്ജി അതിൽ നിന്ന് പിന്മാറുന്നു. അങ്ങനെ പല പല കാരണങ്ങൾ നീട്ടിവെച്ച് നമ്മുടെ 3-4 ഇൻസ്റ്റൻസസ് പറഞ്ഞതേ ഉള്ളൂ. ഇത് 40 മാറ്റി വെച്ചിരിക്കുക. ഇപ്പൊ ഈ കേസിന്റെ കാര്യം പറഞ്ഞാല് ഏതെങ്കിലും ഒരു ഗുമസ്തന് മുട്ടേൽപ്പനി ഉണ്ടായാൽ പോലും കേസ് മാറ്റി വെക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണുള്ളത്. അതാ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എന്താണ് BJP സർക്കാരിന് പിണറായിയോട് അല്ലെങ്കിൽ പിണറായി സർക്കാരിനോടുള്ള അടുപ്പം? എന്താണ് കടപ്പാട്? എന്താണ് ബന്ധം? എങ്ങനെയാണ് അവരെ പരസ്പരം കൈകാര്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഇതൊക്കെ ഈ കേസിനെ കുറിച്ചുള്ള പുരാവൃത്തം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്ന സംശയങ്ങളാണ്. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് നടന്ന തിരഞ്ഞെടുപ്പില് അന്നത്തെ ജനസംഘം അടങ്ങുന്ന ജനതാ പാർട്ടിയും CPM ഒക്കെ യോജിച്ച് പ്രവർത്തിച്ചു എന്നുള്ളതൊക്കെ ശരിയാ. VP സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് എല്ലാ ബുധനാഴ്ചകളിലോ വ്യാഴാഴ്ചകളിലോ VP സിംഗിന്റെ വീട്ടിൽ EMSഉം സുർജിത് സിംഗും ഒക്കെ ചേർന്ന്, ചിലപ്പോൾ ജ്യോതി ബസുവും കൽക്കട്ടയിൽ നിന്ന് അദ്ദേഹം പറന്നു വരും, അവരൊക്കെ ചേർന്ന് ഒരു ഏകോപന സമിതി ഉണ്ടായിരുന്നു. അവർ യോഗം ചേരുമായിരുന്നു, ഭക്ഷണം കഴിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷെ ഈ മോദിക്കാലത്ത് എന്താണ് പിണറായി വിജയന് അല്ലെങ്കിൽ പിണറായി വിജയന്റെ പാർട്ടി അവർക്ക് ഈ BJPയുമായിട്ടുള്ള സൗഹൃദം? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് നമ്മുടെ സുരേഷ് ഗോപി ജയിച്ചു പോയതിന്റെ പിന്നിൽ ആ അന്തർധാര എന്തെങ്കിലും ഉണ്ടോ? ഇതിനെക്കുറിച്ച് അന്തർധാര എന്നാണ് പറയുന്നത്. നമ്മളാരും കാണാത്ത രീതിയിൽ ഒരു ധാര ഈ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ അതുപോലെ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇനി 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ അന്തർധാരയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കുമോ? നമ്മൾ ഈ മാസപ്രി കേസും ലാവ്ലിൻ കേസും ഒക്കെ ഇങ്ങനെ മാറ്റി വയ്ക്കപ്പെടുന്നതിൽ കാണുന്നത് ചില ഭാവി രാഷ്ട്രീയത്തെ കുറിച്ചുള്ള സൂചനകളാണോ? സംശയിക്കാൻ മതിയായ കാരണങ്ങളുണ്ട്.